വെട്ടിയതാ. കയ്യിലും നെഞ്ചിലൊക്കെ ഉണ്ട്. ആയുസ് ഇനിയും ബാക്കിയുണ്ട്. ഞാൻ വീട്ടിൽ പോയിരുന്നു. അച്ഛൻ പറഞ്ഞു നീ ഏതോ സൈക്കിൾ കടയിലാണ് താമസം. അവിടെ ചോദിച്ചപ്പോഴാ ഈ ലോഡ്ജിലാണ് നടന്നത്. അയാള് പറഞ്ഞു കാര്യങ്ങളൊക്കെ. നിനക്ക് വീട്ടിൽ പോയി താമസിച്ചൂടെ? ഏത് വീട്? കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവനാണ് ഞാൻ. കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവൻ എല്ലാം നഷ്ടപ്പെട്ടത്. സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. എന്നിട്ടൊരു കിരീടം വെച്ചു തന്നു. ഇപ്പതാ മുഖത്ത് കണ്ടില്ലേ? ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട. കൊള്ളാം, ഭംഗിയുണ്ടല്ലേ? അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. എന്തിന്? ഇനി ഇത് മാറ്റാൻ പാടില്ല. സേതുമാധവന്റെ കിരീടത്തിൽ ഇതൊരു തൂവൽ. തൂവലോ? അതെ, തൂവൽ. നിനക്കതൊന്നും മനസ്സിലാവില്ല അല്ലേ? മണ്ടൻ. എന്ത് ശരിയായത്? നിനക്ക് ആകെ ഒരു മാറ്റമുണ്ട്. ജയിലിൽ നിന്ന് വന്നപ്പോ കണ്ട സേതു അല്ലത്. അല്ല അല്ലേ? ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ സേതുമാധവനാണ്. ഇനി ഒരിക്കലെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ജയിക്കണോടാ. ഒരു പ്രാവശ്യമെങ്കിലും. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. മിണ്ടരുതാ വാക്ക്. ശരിയാവും അത്രേ. കേട്ടു തുരുമ്പിച്ചു. ജീവിതത്തിൽ 1000 വട്ടം എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും. എന്റെ അമ്മ, അച്ഛൻ, പെങ്ങന്മാര്, അനിയൻ, ദേവി, നീ, അങ്ങനെ എല്ലാവരും പലവട്ടം പറഞ്ഞു ശരിയാവും. എവിടെ എവിടെ ശരിയായി? ശരിയാവില്ല. സേതുമാധവൻ ഒരിക്കലും ശരിയാവില്ല. സേതു, നമുക്ക് നാട്ടിലേക്ക് പോവാം. അവിടെ എന്റെ കമ്പനിയില് ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുതലാളി ഒന്ന് കാണാം. എനിക്ക് വേണ്ട, ഞാൻ വരില്ല. പിന്നെ എന്താ ചെയ്യാൻ പോണേ നീ? എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്.